ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ ഒരു കോഴിക്കോടൻ കല്യാണത്തിൻ്റെതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ ഒരു KSRTC ബസ്സിലൊക്കെയാണ് ഞങ്ങൾ അങ്ങോട്ട് യാത്ര പുറപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് ഓഡിറ്റോറിയത്തിലാണ് കല്യാണം ഉള്ളത്. അങ്ങനെ അവിടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മുല്ലപ്പൂ വണ്ടിയിലെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഒരു മുഴത്തിന് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് വന്നു, എനിക്ക് ഓർമ്മയില്ല എത്രയെന്നുള്ളത്. അങ്ങനെ എനിക്കിഷ്ടമാണ് കേട്ടോ കോഴിക്കോടത്തെ കല്യാണം കൂടുന്നത്. എപ്പോഴെങ്കിലും ഒരു വീണ് കിട്ടുന്ന ഒരു അവസരമാണ് കേട്ടോ ഇവിടെയൊക്കെ ഉണ്ടാകുന്ന കല്യാണം. ഞങ്ങൾ റിലേറ്റീവിൻ്റെതായതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഈ സ്റ്റെപ്പുമ്മ കിടക്കുന്ന റോസ് കളറുള്ള ഒരു ചീപ്പാണ് കേട്ടോ. അത് ഇഷ്മോളെ തല ചീകാനും വേണ്ടിയിട്ട് കൊണ്ടുവന്നിരുന്നു. തല ചീകുന്നതിൻ്റെ ഇടയിൽ അത് അങ്ങോട്ട് വീണ് പോയി. അങ്ങനെയൊക്കെ കിട്ടിയതായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ തലയൊക്കെ ചീകി ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ തല ചീകിയാണ്ട് മുല്ല പൂവൊക്കെ ചൂടിക്കാണ്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. ചീപ്പ് കൊയിഞ്ഞാടിയത് KSRTC ബസ്സിൽ നിന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കല്യാണത്തിൻ്റെ ഓഡിറ്റോറിയത്തിലെത്തി. അപ്പോൾ വല്ലാതെ അങ്ങോട്ട് ആളൊന്നും എത്തിയിട്ടില്ല. കാരണം കോഴിക്കോടൻ കല്യാണം പറയുന്നത് 2 മണിക്ക് ഫുഡൊക്കെ വിളമ്പോ ഒന്നും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ കുറച്ച് ടൈം ആയപ്പോൾ ഫുഡൊക്കെ വിളമ്പിയിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും നല്ലതുപോലെ കഴിച്ചു കേട്ടോ. അങ്ങനെ അതിന് ശേഷം കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത്. മാഷാ അല്ലാ അടിപൊളിയായിരുന്നു. നമ്മൾ കൈ കഴുകാൻ പോയപ്പോഴാണ് കേട്ടോ ഫുഡ് ഐറ്റംസ് പല തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ആയിരുന്നു കേട്ടോ. ഫ്രൂട്ട്സ് ഐറ്റംസ് ആയിരുന്നു കേട്ടോ. പല ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ഫ്രൂട്ട്സും കഴിയലും തുടങ്ങിയിരുന്നു. എന്നാലും അത്യാവശ്യത്തിനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ജിലേബി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ പെണ്ണിനെ ആനയിച്ച് കൊണ്ടുവരികയാണ്. അങ്ങനെ അവളെ സ്റ്റേജിലേക്ക് ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് കേട്ടോ ഇതിങ്ങനെ. പെണ്ണിനെ മുന്നിൽ ഇങ്ങനെ കൊണ്ടുപോയി ബാക്കിൽ ഇങ്ങനെ തോഴിമാരായി പാട്ട് പാടി ഡാൻസൊക്കെ കളിച്ച് പോകുക പറയുമ്പോൾ അതൊക്കെ നല്ലൊരു രസമല്ലേ. ഇഷ്മോൾ കണ്ടില്ലേ എണീച്ചിങ്ങനെ നിൽക്കണം. മുല്ലപ്പൂവൊക്കെ ചൂടിയതുകൊണ്ട് തന്നെ അവളെ പെട്ടെന്ന് അറിയാം കേട്ടോ. ഈ ഇഷ്മോൾക്കുണ്ടല്ലോ മുല്ലപ്പൂ എവിടെ കണ്ടാലും അവൾക്ക് ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടം തന്നെയാണ്. പക്ഷെ ചില ടൈമിലൊക്കെ നമുക്ക് റേറ്റ് കൊണ്ട് ഒക്കാത്തതുകൊണ്ട് വാങ്ങിക്കാനൊന്നും താല്പര്യം തോന്നില്ല കേട്ടോ. അങ്ങനെ പെണ്ണ് അവിടെ ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കുകയെന്ന്. അപ്പോൾ അവിടെ ചെക്കൻ്റെ കൂടെയുള്ളവർ തോന്നുന്നുണ്ട് അവിടെ ഇങ്ങനെ എല്ലാം റെഡിയാക്കാനോ ഒക്കെയാണ്. അങ്ങനെ ഇത് നമ്മളൊരു റിലേറ്റീവ്സ് അടുത്തൊരു റിലേറ്റീവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞങ്ങൾ അവിടെ എത്താനൊക്കെ നോക്കിയാണ്. പക്ഷേ നമുക്ക് ബസ്സും ഇതൊക്കെ കയറിയൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം ലേറ്റായിപ്പോയി. അങ്ങനെ ഈ കല്യാണത്തിന് വന്നവരും ഒരുവിധം നമ്മളെ റിലേറ്റീവിന് ഇവിടെയുള്ള ഈ പെണ്ണിൻ്റെ ഉമ്മാറിനെ ഞങ്ങൾ വീടിൻ്റെ അടുത്താണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ടീമും കുറേ പേരുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മാടെ ഫ്രണ്ട്സാളും അങ്ങനെയൊക്കെ ആയിട്ട് ഇതൊക്കെ പെണ്ണിൻ്റെ ഉമ്മാടെ ഫ്രണ്ട്സാളാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ വന്ന് അവർ എടുക്കുന്ന ഫോട്ടോസാണ് ഇതൊക്കെ. കോഴിക്കോട് കല്യാണം എന്ന് പറഞ്ഞാലുണ്ടല്ലോ നല്ലൊരു ഹരമാണ്, നല്ലൊരു വൈബാണ്. അങ്ങനെ ഇത് കണ്ടില്ലേ, ഇത് അവരൊക്കെ കൈകൊട്ടി പാട്ടാടി അങ്ങനെയൊക്കെയാണ് കേട്ടോ. പെണ്ണിന് മാല ഇട്ടുകൊടുത്തപ്പോൾ അതിങ്ങനെ അവരിങ്ങനെ പാട്ടാടിയിട്ടും. ഇത് ഞങ്ങൾ കർണാടക ടീമാണ് കേട്ടോ. അങ്ങനെ ഓരോരുത്തരായിട്ട് പിന്നെ അതിന് ശേഷം ഞങ്ങൾ കടൽ കാണാൻ പോയി. കടൽ കാണാൻ പോയി എന്നല്ല, ഉമ്മാക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. കാരണം ഉമ്മാക്ക് ഈവനിങ്ങിൽ തന്നെ വേറൊരു കല്യാണം ഉണ്ടായിരുന്നു അരീക്കോട്. അപ്പം അങ്ങോട്ട് പോകാനുള്ളതുകൊണ്ട് തന്നെ ഞാനും അനിയത്തിയും അവിടെ വന്ന പാടെ തന്നെ കുറേ ഐസിൻ്റെ ഉപ്പിലിട്ടത് കഴിക്കും. പിന്നെ ഐശ്വര്യതി കഴിക്കുക, അതേപോലെ ചായ കുടിക്കുക, പഴംപൊരി കഴിക്കുക, അങ്ങനെയായിരുന്നു കേട്ടോ ഞങ്ങൾ. അപ്പോൾ അവിടെ പ്രോഗ്രാം നടക്കുന്നതായിരുന്നു കേട്ടോ അത്. അതിന് ശേഷം പിന്നെ ഞങ്ങൾ ഉമ്മാൻ്റെ പറച്ചിലുകൊണ്ട് കല്യാണത്തിന് പോവുക വെച്ചാണ്ട് അങ്ങനെ പോരുകയാണ്. ഇഷ്മോൾക്കുണ്ടല്ലോ ലിമിറ്റഡ് ബസ്സിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റായിട്ട് കോഴിക്കോട് ടു അരീക്കോട് ബസ് കയറി. എങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ എൻ്റെ റബ്ബേ, കോഴിക്കോട് ടു മുക്കം വരെ ഞങ്ങൾക്ക് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല, സീറ്റും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ കല്യാണത്തിനെത്തി. അവിടെ നിന്നും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം. നല്ല അടിപൊളി ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ്. പിന്നെ അനിയത്തി അവരൊക്കെ വേണോ വേണ്ട എഴുതിയാണ്ട് കേട്ടോ ഇരിക്കണത്. ഞാൻ അപ്പോഴും ഫുഡൊക്കെ കഴിച്ച്
അതിന് ശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ ടേസ്റ്റ് നോക്കിയതാണ്. പിന്നെ അവിടെ കേക്ക് കട്ട് ചെയ്യലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവർ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ മുക്കത്തെത്തോളം നമുക്ക് സീറ്റ് തന്നെ കിട്ടിയില്ല. എങ്ങനെ പോയതെന്ന് ഒരു ഇതും പറയാനില്ല. കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടിയാണ് കേട്ടോ പോയത്. ഇഷ്മോൾക്ക് എങ്ങനെയോ ഒരു സീറ്റ് കിട്ടിയിരുന്നു. പക്ഷേ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇഷ്മോൾ പെട്ടെന്ന് ഛർദ്ദിക്കും. അതുകൊണ്ട് തന്നെ അവൾ ആ ഡ്രൈവർ അടുത്തുള്ള ആ ഒരു ബോക്സ് ഉണ്ടല്ലോ അവിടെ ആയിട്ടാണ് ഇരുന്നിരുന്നത്. അങ്ങനെ അവളാണെങ്കിലോ എനിക്ക് എവിടെയോ ഒരു സീറ്റ് കിട്ടാൻ ടൈം കിട്ടിയപ്പോൾ അവൾ എൻ്റെ അടുത്തേക്ക് വന്നു. പക്ഷേ എനിക്ക് സീറ്റും കിട്ടിയതില്ല, എന്താണ് ഇഷ്മോൾക്കും കിട്ടിയില്ല. അങ്ങോട്ട് കുറേ സമയം അവിടെ ഇങ്ങനെ എന്താണ് കടിച്ച് പിടിച്ച് തൂങ്ങി നിൽക്കാറില്ല, അങ്ങനെ അങ്ങോട്ട് നിന്നിട്ടോ. ഭയങ്കര സംഭവം തന്നെയായിരുന്നു അത്രയും ദൂരം നിന്ന് പോകുന്നത്. കാരണം നിൽക്കാനും വയ്യ, അങ്ങനെ അങ്ങോട്ട് പോന്നു. അതിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് വരും പറഞ്ഞിരുന്നു. അങ്ങനെ ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ. അന്നേ ദിവസം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോരുന്നത്. വീഡിയോ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത്രയുള്ളൂ കേട്ടോ വീഡിയോ.